കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തലമുറയിൽ ദൈവഹിതം നിവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ പ്രവർത്തന മുഖാന്തരം അനേകരുടെ ആത്മീയ ജീവിതത്തിന് ഉന്നമനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ്. അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ നിന്ന് പ്രാർത്ഥിപ്പാനും അനേകരുടെ ആത്മീയമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുവാനും അത് അവരുടെ ആത്മീയ ജീവിതത്തിന് വളർച്ചയ്ക്ക് നിദാനമായി തീർന്നു എന്നുള്ളതും ഞങ്ങൾ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രവർത്തനം ദൈവഹിത പ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുന്നു. കഴിഞ്ഞ നാളുകൾ ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നും നമുക്ക് വേദ പഠനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. പാസ്റ്റർ ജെയ്സ് ജോസഫ് തുടർന്ന് ദൈവവചനം ശുശ്രൂഷിക്കുന്നതാണ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ഒരു അത്ഭുതകരമായ ഒരു കാര്യം, കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ നടന്ന അത്ഭുതകരമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ പരാമർശിക്കുന്നത്. അത് കർത്താവിൻ്റെ മറുരൂപമലയിലുള്ള രൂപാന്തരത്തെക്കുറിച്ചാണ്. ഇത് എന്തൊക്കെ പാഠങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. കർത്താവ് എന്താണ് ഇവിടെ സംസാരിക്കുന്നത്, അതുപോലെ ശിഷ്യന്മാരെന്താണ് സംസാരിക്കുന്നത്, അതുപോലെ പിതാവിൻ്റെ ശബ്ദം എന്താണ് നമ്മൾ പറയുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനെ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ നമുക്കറിയാം, പിതാവിൻ്റെ അടുത്ത് സമയം ചെലവഴിക്കാൻ വേണ്ടി കർത്താവ് എപ്പോഴും ഒറ്റയ്ക്ക് പോകുമായിരുന്നു. തനിച്ചൊരു മലയിലേക്ക് പോയി എന്നോട് പറയുന്ന പ്രത്യേകതയാണ്. പക്ഷേ കൂടെ ഈ പ്രാവശ്യം ആ തനിച്ചു പോകുന്ന പോക്കിൽ കർത്താവ് 3 പേരെയും കൂടെ കൂട്ടി. അത് പത്രോസും യാക്കോബും യോഹന്നാനുമാണ്. ഇവരെ 3 പേരെയും കർത്താവിൻ്റെ ഒരു ഇന്നർ കോർ ഓഫ് ഡിസൈപ്പിൾസ് എന്നാണ് പറയുന്നത്. കാരണം അവർ കൂടുതൽ കർത്താവിൻ്റെ ക്ലോസ് ആയിട്ട് നടന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ മലയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. അപ്പോൾ കർത്താവിന് പെട്ടെന്നൊരു രൂപാന്തരം സംഭവിക്കുകയാണ്. ഈ രൂപാന്തരത്തിൽ കർത്താവിൻ്റെ കർത്താവിൻ്റെ മുഖത്ത് സൂര്യനെ പോലെ പ്രകാശമുണ്ടായി, വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്ന അവർ കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. നിനക്ക് സമ്മതമെങ്കിൽ ഞാനിവിടെ 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ എന്നൊരു ശബ്ദവുമുണ്ടായി. ശിഷ്യന്മാരത് കേട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണ്ണു വീണു. യേശു അടുത്ത് നിന്നവരെ തൊട്ടു, എഴുന്നേൽപ്പിൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവർ തല പൊക്കിയാറ് യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. അവർ മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ യേശു അവരോട്, മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും വരെ ഈ ദർശനം ആരോടും പറയരുത് എന്ന് കൽപ്പിച്ചു. അപ്പോൾ ഇതാണ് ആ ട്രാൻസ്ഫിഗറേഷൻ ഈവൻ്റ് എന്ന് പറയുന്നത്. അതായത് കർത്താവ് പെട്ടെന്ന് രൂപമാറ്റം സംഭവിക്കുന്നു. കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കയിലെന്ന് വേറൊരു ഭാഗത്തുണ്ട്. അപ്പോൾ ഇവർ 3 പേര് മലയിലേക്ക് പോകുന്നു, സെപ്പറേറ്റഡ് ആകുന്നു. കർത്താവ് എപ്പോഴും മലമുകളിലേക്ക് ഒറ്റയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അവിടെ എല്ലാം ഈ ട്രാൻസ്ഫിഗറേഷൻ സംഭവിച്ചിട്ടുണ്ടാകും. കാരണം പിതാവിനുമായിട്ടുള്ളൊരു കമ്മ്യൂണിയൻ, ദൈവമായ പുത്രൻ ദൈവമായ പിതാവിനോട് സംസാരിക്കുന്ന ആ ഒരു ഭാഗം എന്ന് പറയുന്നത് വളരെ തേജസ്സുള്ള ഒരു ഭാഗമാണ്. എന്നാൽ ഈ പ്രാവശ്യം കർത്താവ് ശിഷ്യന്മാരെ കൊണ്ടുപോയി എന്താണ് സ്വർഗത്തിൽ നടക്കുന്നതെന്നും ശിഷ്യന്മാർക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്ന മെസ്സേജ് എന്താണെന്നും, പിതാവും പുത്രനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, പ്രവാചകന്മാരും മോശയെ പോലെ ഉള്ള പ്രവാചകനും ഏലിയാവിനെ പോലുള്ള പ്രവാചകനും ഓൾഡ് ടെസ്റ്റാമെൻറ്റിൻ്റെ 2 തൂണുകളായിട്ട് നമുക്ക് കാണാം. ഇവർ ഈ ലോ ഗിവർ ആൻഡ് ലോ എൻഫോഴ്സർ, ഇങ്ങനെ 2 രീതിയിലുള്ള പ്രൊഫസീസ്. ഈ 2 പ്രൊഫറ്റ്സിനെ ഇവിടെ കാണുന്നത് കർത്താവ് അവരുടെ സാക്ഷ്യം കൂടെ ഉൾപ്പെടുത്തിയാണ് ഈ ശിഷ്യന്മാരോട് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ, ആ ഒരു മറുരൂപ മലയിൽ നമ്മൾ കാണുന്ന ചില കാര്യങ്ങൾ, പിതാവും പുത്രനും തമ്മിലുള്ള കമ്മ്യൂണിനകത്ത് മനുഷ്യരായ 5 പേരുണ്ട്. അതിൽ മോശയും ഏലിയാവും ഉണ്ട്. ഈ മോശ ഉണ്ടെന്നുള്ളത് ഒരു വലിയ ആത്മീക മെസ്സേജാണ് നമുക്ക് തരുന്നത്. എന്താണ് മോശ ഉണ്ടെന്നുള്ളതിൻ്റെ പ്രത്യേകത എന്താണ്? സഹോദരങ്ങളെ, മോശ ശരിക്കും ദൈവത്തോട് പിറുപിറുത്ത് ശിക്ഷ വാങ്ങിയ ഒരാളാണ്. അവൻ കനാൻ ദേശം കാണാൻ സാധിക്കില്ല. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഈ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടവരിൽ യോശുവയും കാലേബും അല്ലാതെ ആരും വാഗ്ദത്ത നാട്ടിലെത്തിയില്ല എന്ന് പറയുമ്പോൾ മോശ എത്തിയില്ല എന്നൊരു ധ്വനി അതിനകത്തുണ്ട്. മോശെ അനുസരണക്കേട് കാണിക്കുകയും മോശ പുറന്തള്ളപ്പെട്ടു പോവുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. കാരണം കർത്താവിൽ നിന്ന് ശിക്ഷ വാങ്ങിച്ചു. പക്ഷേ ഇവിടെ കർത്താവിൻ്റെ കൂടെ മോശയും കാണുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താണ്? നിത്യതയിൽ നിന്ന് മോശ പോയിട്ടില്ല. ഈ ലോകത്ത് ഉള്ള ലംഘനങ്ങൾ ഈ ലോകത്ത് തന്നെ ശിക്ഷ വാങ്ങിച്ചു. പക്ഷേ ഒരിക്കലും മോശ
നിത്യതയിൽ നിന്ന് കട്ടായി പോയില്ല. കാരണം ഈ മർവ മലയിൽ മോശയും ഉണ്ട്. അപ്പോൾ മോശ എങ്ങനെയാണ് വന്നത്? ഏലിയാവ് പിന്നെ നമുക്കറിയാം ഏലിയാവ് മരിച്ചില്ലായിരുന്നു. ഏലിയാവ് മരിക്കാത്തത് കൊണ്ട് ഏലിയാവ് വന്നത് നമുക്ക് മനസ്സിലാക്കാം. മോശ മരിച്ചു, കർത്താവ് അവനെ അടക്കി, അവൻ്റെ ശരീരം ആരും കണ്ടില്ല എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം മോശ മരിച്ച ആളാണ്. മരിച്ച ആൾ എങ്ങനെ അവിടെ വന്നു? കാരണം മരിച്ചവരിൽ നിന്നുള്ള ആദ്യ ഫലമായി എഴുന്നേൽക്കുന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിന് മുമ്പേ മരിച്ചവരിൽ നിന്ന് ആരും എഴുന്നേറ്റിട്ടില്ല. എഴുന്നേറ്റ് തേജസ്സോടെ എഴുന്നേറ്റിട്ടില്ല. അല്ലെങ്കിൽ ലാസറിനെ പോലെ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പിന്നെയും മരിച്ചവരുണ്ട്, പക്ഷേ മരിച്ചവരിൽ നിന്ന് ആരും എഴുന്നേറ്റിട്ടില്ല. അപ്പം എന്താണ് ഇവർ കണ്ട കാഴ്ച? മോശ എങ്ങനെയാണ് അവിടെ വന്നത്? ഞാൻ ആദ്യമൊക്കെ ഇത് ആലോചിക്കുമായിരുന്നു, എന്താണ് ഈ മോശ അവിടെ ചെയ്യുന്നത്? മോശയ്ക്ക് എങ്ങനെ അവിടെ വരാൻ പറ്റി? കാരണം മരിച്ചവരുടെ പുനരുത്ഥാനം എന്ന് പറയുന്നത് യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്താൽ മാത്രമേ ഉള്ളൂ മോശയുടെ പാപങ്ങളുടെ ക്ഷമ റിയലി നടപ്പാവുന്നത്. ആ ക്രൂശിലാണ് ആ യാഗത്തിലൂടെ മോശയ്ക്കും രക്ഷയുള്ളൂ. അപ്പോൾ എങ്ങനെ മോശ അവിടെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം ഈ പ്രകാശിതമാകുന്ന ആ ഒരു കാഴ്ച, ശിഷ്യന്മാർ കാണുന്ന ഒരു കാഴ്ച, ക്രിസ്തുവിൻ്റെ ആ രൂപാന്തരണം ശിഷ്യന്മാർ കാണുന്നത് ആ സമയത്തല്ല. നിൽക്കുന്ന ടൈം അത് തന്നെയാണ്. ബട്ട് ദേ ആർ ട്രാൻസ്ലേറ്റഡ് ടു എറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ നിത്യതയിലേക്ക് അവർ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാം. നിത്യതയിലൊരു കാഴ്ച, ഒരു കർട്ടൻ നീക്കി കർത്താവ് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ആ കർട്ടൻ നീക്കി കാണിച്ചു കൊടുക്കുമ്പോൾ ആ നിത്യതയിലെ കാഴ്ചയാണ്, അതായത് തേജസ്സോടെയുള്ള ആ കാഴ്ചയിലേക്കാണ് ഇവർക്കൊരു വിഷൻ കിട്ടുന്നത്. ആ വിഷനകത്ത് ദൈവത്തിൻ്റെ വിശുദ്ധന്മാരെല്ലാമുള്ള ആ നിത്യതയുടെ ഒരു പിക്ചറാണ്, ഒരു ചെറിയൊരു അനുഭവമാണ് ശിഷ്യന്മാർക്ക് അവിടെ ലഭിക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, മോശ നിത്യതയിലുണ്ട്, കർത്താവിൻ്റെ കൂടെയുണ്ട്. ഏലിയാവ് നിത്യതയിൽ കർത്താവിൻ്റെ കൂടെയുണ്ട്. അവരുടെ സാക്ഷ്യങ്ങളെക്കുറിച്ചാണ് കർത്താവ് ഇവരുടെ മുമ്പിൽ വെച്ച് സംസാരിക്കുന്നത്. അപ്പം ഈ രണ്ടുപേരും, പ്രവാചകന്മാരുടെ പ്രതിനിധിയായി മോശയും പഴയ നിയമത്തിൻ്റെ മൊത്തം നിയമങ്ങളുടെയും പ്രതിനിധിയായി മോശയും പ്രവാചകന്മാരുടെ പ്രതിനിധിയായി ഏലിയാവും, ഇവർ രണ്ടുപേരും, ഈ രണ്ട് തൂണുകളും കർത്താവിൻ്റെ സാക്ഷികളായിട്ട് മെസ്സിഹായെ പ്രൊക്ലെയിം ചെയ്യുന്നു എന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്തൊരു അത്ഭുതം എന്ന് പറയുന്നത്, വെറും സാധാരണക്കാരായ മനുഷ്യർ എന്ത് അത്ഭുതകരമായൊരു ആത്മീക അനുഭവത്തിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത്. അവിടെ ചെല്ലുമ്പോൾ അവരെ എന്തൊക്കെയോ മണ്ടത്തരങ്ങളാണ് പറയുന്നത്. പത്രോസ് പറയുന്നത്, നമുക്കൊരു 3 കുടിലുണ്ടാക്കി 3 പേർക്ക് ഓരോ സൈഡിലിരിക്കാം. യേശു ഒരു കുടിലിൽ താമസിക്കുന്നു, ഏലിയാവ് വേറൊരു കുടിലിൽ താമസിക്കുന്നു, മോശ വേറൊരു കുടിലിൽ താമസിക്കുന്നു. അപ്പോൾ ഇവരോ ഈ നിത്യതയുടെ തേജസ് വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് കുടിലൊന്നും ഇവർക്ക് വേണമെന്ന് ആലോചിക്കുന്നേ ഇല്ല. അവരുടെ ദൃഷ്ടി മുഴുവൻ ഈ സ്വർഗീയമായ കാഴ്ചയിലാണ്. അപ്പോൾ ഇവരിങ്ങനെ അത്ഭുതപ്പെട്ട് ഇത് പറയുന്നത്, 3 കുടിലുണ്ടാക്കി അവിടെ തന്നെ താമസിക്കാൻ, ഞങ്ങളിതെപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നോളാം. കാരണം അത്ര ഭയങ്കര ആനന്ദമാണ് അവർ അനുഭവിച്ചത്. ഈ വെളിയിൽ കാണുന്ന ഒരു പിക്ചറിൽ നിന്നെല്ലാം ടോട്ടലി വ്യത്യാസമായിട്ട് ഒന്ന് പോകണ്ടാത്തൊരു ഫീലിംഗ് അവർക്ക് വരികയാണ്. പറഞ്ഞ വെറും മണ്ടത്തരമല്ലേ? ആ മലയുടെ മുകളിൽ 3 കൂടാരം വെച്ച് ഇവർ 3 പേര് ഏരിയയും മോശം അവിടെ താമസിക്കുമോ? ഇല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉന്നതമായ ആ കാഴ്ച അതെന്താണെന്ന് ഉൾക്കൊള്ളാനുള്ള മനുഷ്യൻ്റെ അപര്യാപ്തത അവിടെ കാണാം. എങ്കിൽ പോലും ശിഷ്യന്മാരെ കർത്താവ് അത് അനുഭവിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. സ്വർഗീയമായ എക്സ്ചേഞ്ചിലേക്ക്, നിത്യതയിലെ എക്സ്ചേഞ്ചിലേക്ക് സാക്ഷികളായി ഇവരെയും കർത്താവ് വിളിക്കുന്നു, അവിടെ സംസാരിക്കാൻ അനുവദിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം മനുഷ്യരെ അവൻ്റെ തേജസ്സിലേക്ക് ക്ഷണിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് പത്രോസും യാക്കോബും യോഹന്നാനും ആ മലയിൽ കാണുന്നത്. ഗോഡ് ഇൻവൈറ്റ്സ് അസ് ടു ഹിസ് ഗ്ലോറി. അവൻ്റെ തേജസ്സിൻ്റെ പങ്കാളിത്തത്തിൽ അവൻ്റെ കൂടെ ഒരു ദുഃഖവുമില്ലാതെ ജീവിതകാലം മുഴുവൻ ആനന്ദത്തോടെ ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു വിളിയാണ് നമ്മൾ ആ അധ്യായത്തിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് മേഘത്തിൽ നിന്ന്, അപ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്ന നന്ന്, നിനക്ക് സമ്മതമെങ്കിൽ ഞാനിവിടെ 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ എന്നൊരു ശബ്ദവും ഉണ്ടായി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺക്ലൂഷനാണ്. ഇവർ ഒത്തിരി മണ്ടത്തരങ്ങൾ പറയുന്നുണ്ട്, ഇവർ കാണുന്ന കാഴ്ച പൂർണ്ണമായിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ, പിതാവിൻ്റെ ഒരു ശബ്ദം അവിടെ ആ മേഘത്തിൽ നിന്ന് അവർക്ക് ലഭിക്കുകയാണ്. അതിങ്ങനെയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ എന്നൊരു ശബ്ദമുണ്ടായി. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവിൻ്റെ ഈ വിറ്റ്നസ്, കർത്താവിൻ്റെ ഈ ടീച്ചിങ്സിന് മോശയും ഏലിയാവും സാക്ഷി നിൽക്കുന്നു മാത്രമല്ല, തേജസ്സിൻ്റെ കർത്താവ് പിതാവായ ദൈവം തന്നെ, ഈ പ്രവാചകന്മാരെ അയച്ച അതേ ദൈവം തന്നെ സാക്ഷ്യം പറയുന്നു. ഈ സുവിശേഷകരോട്, ഈ ശിഷ്യന്മാരോട് പറയുന്നു, കർത്താവ് പുത്രനിൽ പ്രസാദിക്കുന്നു, പൂർണ്ണമായും പ്രസാദിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് അവൻ പറയുന്നതെല്ലാം നിങ്ങൾ ചെവി കൊടുത്ത് ശ്രദ്ധിക്കുവിൻ എന്ന് ഇവരോട് പറയുകയാണ്. ശിഷ്യന്മാർ അത് കേട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണ്ണു വീണു. യേശു അടുത്തുനിന്ന് അവരെ തൊട്ടു. എഴുന്നേൽപ്പിൻ, ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞു. അവർ തല പൊക്കിയാറ് യേശുവിനെ മാത്രമല്ല ആരെയും കണ്ടില്ല. അപ്പം യേശു അവരെ തൊടുന്നവരെ ഈ കാഴ്ചയുള്ളൂ.
തൊട്ട് കഴിഞ്ഞപ്പോൾ ആ കാഴ്ച മാറി. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് നിത്യതയെക്കുറിച്ചുള്ള ഒരു കാഴ്ച അവർക്ക് ദൈവം കാണിച്ചു കൊടുക്കുമായിരുന്നു. വാട്ട് എക്സാക്ട്ലി ഹാപ്പൻസ് ഇൻ ദി എറ്റേണിറ്റി. അതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അതിൻ്റെ ചെറിയൊരു ഒരു ഗ്ലിംസ് കർത്താവ് അവർക്ക് കാണിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. തല പൊക്കിയപ്പോൾ ആരെയും കണ്ടില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇത് അന്ത്യകാലം വരെ, പുനരുത്ഥാനത്തിൻ്റെ നാൾ വരെയും ഇത് ആരോടും പറയരുത് എന്ന് കർത്താവോട് പറഞ്ഞു. അപ്പോൾ ഏലിയാവ് ആരാണെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കർത്താവ് പറയുന്നുണ്ട്, യോഹന്നാൻ സ്നാപകനാണ് എന്ന് തുടർന്നുള്ള വാക്യങ്ങൾ. അതായത് ഏലിയാവ് രണ്ടാമത് വന്നതല്ല യോഹന്നാൻ സ്നാപകൻ, ഇത് രണ്ടാം ജന്മം എടുക്കുന്നതല്ല. ഏലിയാവിൻ്റെ അതേ പ്രവചനാത്മാവിൽ, ഏലിയാവിൻ്റെ അതേ രീതിയിലുള്ളൊരു ശുശ്രൂഷയും രണ്ടാം ഏലിയാവായിട്ടാണ് യോഹന്നാൻ സ്നാപകൻ വരുന്നത്. അപ്പോൾ ഏലിയാവ് രണ്ടാമത് വരുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. പക്ഷേ അത് ശരിക്കും മനുഷ്യപുത്രന് വഴിയൊരുക്കാൻ വരുന്ന ഒരു പ്രവാചകനെക്കുറിച്ചുള്ള പ്രവചനത്തിൻ്റെ ഫലമായിട്ടായിരുന്നു. അപ്പോൾ ഏലിയാവിൻ്റെ അതേ ആത്മാവുള്ള ഒരാൾ എന്ന് പറഞ്ഞ് യോഹന്നാൻ സ്നാപകനെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ടീച്ചിങ്സും കൊണ്ട് നമ്മളിവിടെ മനസ്സിലാക്കുവാനുണ്ട്. അവിടെ കർത്താവ് പറയുന്നത് 14-ാം വാക്യത്തിൽ, അവൻ പുരുഷാരത്തിൻ്റെ അടുക്കൽ വന്നാൽ ഒരു മനുഷ്യൻ വന്നവൻ്റെ മുമ്പ് മുട്ടുകുത്തി, കർത്താവ് എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ, അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിലായി പോകുന്നു. ഞാൻ അവനെ നിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ സൗഖ്യം വരുത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അതിന് യേശു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറ, എത്രത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരും എന്ന് പറഞ്ഞു. യേശു ഭൂതത്തെ ശാസിച്ചു, അതവന് വിട്ടുപോയി. ബാലന് ആ നാഴിക മുതൽ സൗഖ്യം വന്നു. അപ്പോൾ ഇതൊരു ശിഷ്യന്മാരുടെ ഒരു പരാജയത്തെക്കുറിച്ച് കാണിക്കുന്നൊരു കാര്യമാണ്. ഇന്നും പലപ്പോഴും നമുക്കറിയാം ദുരാത്മാക്കളെ പുറത്താക്കുക എന്നുള്ളൊരു ശുശ്രൂഷയുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് ഒരു ദുരാത്മാവ് വെളിപ്പെട്ടാൽ അത് തീർച്ചയായിട്ടും അത് പുറത്ത് പോയിരിക്കണം, പോകാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അത് കർത്താവിൻ്റെ നാമം കേൾക്കുമ്പോൾ അത് പോയേ പറ്റൂ. ഞാൻ പലപ്പോഴും പരാജയങ്ങൾ കണ്ടിട്ടുണ്ട്, പല ആൾക്കാരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഒരു ദുരാത്മാവ് വെളിപ്പെട്ട് വന്നാൽ, ദുരാത്മാവായിട്ട് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ പൊസസ്ഡ് ആയിരിക്കുന്ന ഒരു സ്പിരിറ്റ് വെളിയിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ശാസനയിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ നാമത്തിൻ്റെ കേൾവി, അത് കേൾക്കുമ്പോൾ അനുസരിക്കണം, പോകണം. അതാണ് ശരിക്കും സംഭവിക്കേണ്ടത്. പക്ഷേ ശിഷ്യന്മാർ എത്ര ശ്രമിച്ചിട്ടും അത് സാധിച്ചില്ല. ഇപ്പോൾ കർത്താവ് പറയാണ്, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ ഞാൻ എത്രത്തോളം നിങ്ങളെ സഹിക്കും. കാരണം വളരെ ലളിതമായിട്ട് കർത്താവ് പറയുന്നത്, നിങ്ങൾ വിശ്വാസത്തോടെ കൽപ്പിച്ചാൽ ഈ മല വേണമെങ്കിൽ കടലിൽ പോയി വീഴും എന്ന് പറയുന്ന അത്ര ഭയങ്കരമായിട്ടുള്ളൊരു ഫെയ്ത്താണ്. 21-ാം വാക്യത്തിൽ പറയാണ്, ശിഷ്യന്മാർ ഇത് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഭൂതത്തെ പുറത്താക്കാൻ കഴിഞ്ഞത്? അപ്പോൾ കർത്താവ് പറയാണ്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം അത്രേ. ഈ വിശ്വാസമില്ലായ്മയും അല്പവിശ്വാസവും ഇത് മൂന്നാണല്ലോ. നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ വിചാരിക്കുന്നു. വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല, അവർ പിന്നെ പ്രാർത്ഥിക്കാനും ശാസിക്കാനൊന്നും പോകുന്നില്ലേ. അല്പവിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, വിശ്വാസം ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് അല്പവിശ്വാസികൾ. അപ്പോൾ അവർ രണ്ടും കൽപ്പിച്ച് അങ്ങ് പുറത്താക്കാൻ നോക്കുകയാണെന്ന് പോകുന്നില്ല. കാരണം ഫെയ്ത്ത് ആണ് അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇറ്റ്സ് നോട്ട് എനിവൺസ് ദിവ്യത്വം. ഒരു ഭയങ്കര ഈ ഭൂതങ്ങളെ പുറത്താക്കുന്ന ഒരു പ്രത്യേക കൃപാവരമുള്ള ചില പ്രത്യേക ആൾക്കാർ ചെയ്യുന്നതല്ല, അത് വിശ്വാസത്താൽ സംഭവിക്കുന്നതാണ്. നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ദുരാത്മാവ് ഉറപ്പായിട്ടും പോകും. അങ്ങനെയാണത്. അതായത് അത് വെളിപ്പെട്ട് വന്ന ഒരു ദുരാത്മാവ് തീർച്ചയായിട്ടും ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പോകും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം അത്രേ. ഇത് സഹിച്ചുകൂടാത്ത അല്പവിശ്വാസം എന്നാണ് കർത്താവിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ എത്ര ഗൗരവമുള്ളതാണെന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും, നിങ്ങൾക്കൊന്നും അസാധ്യമാവുകയുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും കർത്താവ് പറയുന്നത് കടുക് മണിയോളം വിശ്വാസം. ചില ആൾക്കാർ പറയുന്നുണ്ട് കടുക് മണി ചെറിയ മണിയാണ്, എന്നാൽ അതിനകത്ത് മുഴുവൻ തിക്കായിട്ട് ഇരിക്കുന്ന ഒരു സ്ട്രോങ് മണിയാണെന്നൊക്കെ പറയാറുണ്ട്. അതിപ്പോൾ എല്ലാ മണികളും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഒരു കടല എടുത്ത് നോക്കിക്കേ, ആ കടലയ്ക്കകത്ത് എന്തെങ്കിലും ഗ്യാപ്പുണ്ടോ? ഒന്നുമില്ല. എന്ത് സീഡ് എടുത്ത് നോക്കിയാൽ അതിനകത്ത് ഗ്യാപ്പ് നമ്മൾ കാണാൻ പറ്റുന്നില്ല. അതൊന്നും അല്ല ഇതിൻ്റെ കാരണം. കടുക് മണിയോളം വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു വിശ്വാസമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ. ഓക്കെ, അപ്പോൾ അല്പവിശ്വാസം എന്ന് പറയുന്നത് ഒരു വേവറിങ് ഫെയ്ത്താണ്. കടുകുമണിയോളം വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉറപ്പുള്ള ഫെയ്ത്താണ്, പക്ഷേ ചെറിയ ഫെയ്ത്താണ്. അപ്പം അത് ഉലഞ്ഞു പോകുന്ന വിശ്വാസമല്ല, അത് ഒരു ചെറിയ വിശ്വാസമാണ്, പക്ഷെ അത്രയും മതി. അതായത് അതാത് സമയത്ത് നമുക്ക് ലഭിക്കുന്ന ഒരു ചെറിയ വിശ്വാസം, കർത്താവ് തരുന്ന വിശ്വാസം മതി നമുക്ക് എന്ത് പ്രതിസന്ധി അതിജീവിക്കാനെന്നാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് എൻ്റെ ബ്രാക്കറ്റിൽ പറഞ്ഞിരിക്കുകയാണ്, എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പം പിശാചിനെ പുറത്താക്കാൻ എന്ത് ചെയ്യണം? ഇന്ന് സ്വാഭാവികമായും പറയുന്ന ഒരു ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഭൂതങ്ങളെ പുറത്താക്കണം. ഇന്ന് പല ആൾക്കാരും പോരാട്ടത്തെ ഭയപ്പെട്ട് ഉപവസിക്കുന്നവരാണ്.
ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു പോരാട്ടമുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പോരാട്ടമുണ്ട്. ഓക്കെ, അതുകൊണ്ട് അത് പോകണേ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങി പോവുകയില്ല. പ്രിയ സഹോദരങ്ങളെ, ഇത് കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് മുമ്പ് പറഞ്ഞതാണ്. അത് ഒരു അന്യായ പോരാട്ടം തന്നെയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൽ ഈ ജാതികളെല്ലാം നീങ്ങിപ്പോയി. അതായത് അതിൻ്റെ അധികാരം പോയി. ക്രിസ്തുവിൻ്റെ നാമം സകലത്തിനും മേലായ നാമമായി മാറി. ഈ പുനരുത്ഥാനത്തോടുകൂടി കർത്താവ് ആധിപത്യം എടുത്തു. നമുക്കറിയാം, ലോകത്തിൽ ഒരു ദുരാത്മാവിനും എതിർത്ത് നിൽക്കാൻ പറ്റില്ല. നമുക്ക് പലപ്പോഴും തെറ്റിദ്ധാരണയുള്ളത് നമ്മുടെ ഉപവാസത്താലും പ്രാർത്ഥനയിലും നമ്മൾ നേടുന്ന ശക്തി കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നതെന്നാണ്. അല്ല, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഭൂതങ്ങൾ വിറയ്ക്കുന്നത്. വേറൊരു നാമവും അവരെ ഭയപ്പെടുത്തുന്നില്ല. ഓക്കെ, അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്, അത് നമ്മുടെ ഫെയ്ത്താണ്. ഫെയ്ത്തിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഉപവാസവും പ്രാർത്ഥനയും എന്ന് പറയുന്നത് അന്നൊരു ഏകാഗ്രമായ ഒരു അധ്വാനം ഇതിൻ്റെ പുറകിൽ ആവശ്യമായിരുന്നു. എന്നാൽ ക്രിസ്തു കാൽവരി ക്രൂശിൽ സാത്താനുമേൽ ജയം നേടിയ ശേഷം ഇങ്ങനെ ഒരു രീതിയിലല്ല നമ്മളതിനെ കാണുന്നത്. ഇഫ് യു ഹാവ് ഫെയ്ത്ത് യു ക്യാൻ ഡു ഇറ്റ് എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ചും സുവിശേഷം പറയാൻ വേണ്ടി ഇറങ്ങുന്നവർക്ക്, നിങ്ങളങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ, നിങ്ങളൊരു സുവിശേഷകനായിട്ട് കർത്താവ് നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പോകുന്ന വഴിയിൽ ഈ ഒരു അധികാരവും നിങ്ങൾക്കുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ പിന്നെയും കർത്താവ്, ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ പോലെ, വീണ്ടും കർത്താവ് പറയുകയാണ്, ആ പത്രോസിൻ്റെ കൺഫെഷന് ശേഷം ഞാൻ ഇതാ മരണത്തിന് ഏൽപ്പിക്കപ്പെടാൻ പോകുന്നത് വീണ്ടും ഓർപ്പിക്കുന്നുണ്ട്. കാരണം ഇത് ഉപവാസാലും പ്രാർത്ഥനയാലും കഷ്ടം സഹിച്ചുകൂടെ അല്ലാതെ നീങ്ങി പോവുകയില്ല. അപ്പോൾ ഇത് നീങ്ങി പോകണമെങ്കിൽ എന്ത് ചെയ്യണം? മനുഷ്യപുത്രൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. അവനെ കൊല്ലുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർ ഏറ്റവും ദുഃഖിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിന്മേലുള്ള എല്ലാ വിക്ടറിയും അന്ന് കഷ്ടപ്പെട്ടാണ് നേടുന്നത്. അധ്വാനമാണ്. നീതി എന്ന് പറയുന്ന അധ്വാനമാണ്. വിശുദ്ധി എന്ന് പറയുന്ന അധ്വാനമാണ്. ഭൂതങ്ങളെ പുറത്താക്കാൻ ഇതെല്ലാം അധ്വാനമാണ്. ഭയങ്കരമായ സ്പിരിച്വൽ ഡിസിപ്ലിൻ അതിനാവശ്യമാണ്. ഉപവാസവും പ്രാർത്ഥനയും ആവശ്യമാണ്. എന്നാൽ കർത്താവ് കാൽവരി ക്രൂശിൽ മരിക്കുന്നതോടുകൂടി ആ സ്പിരിച്വാലിറ്റിയുടെ ഹോൾ ഇക്വേഷൻ വിൽ ചേഞ്ച്. കർത്താവ് പറയാണ്, ഞാൻ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ പുനരുത്ഥാനം, അത് കർത്താവ് വീണ്ടും ഉയർത്തെഴുന്നേറ്റ്, മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ആധിപത്യം കർത്താവിൻ്റെ കയ്യിലാണ്. ഒരു സാത്താനും ദൈവത്തിനെതിരെ നിൽക്കാൻ സാധിക്കില്ല. കർത്താവിൻ്റെ നാമത്തിന് മുമ്പിൽ ആർക്കും വിറയ്ക്കാതിരിക്കാൻ സാധിക്കില്ല. നമ്മൾ ഉപവാസം എടുത്ത് അതിനെ പേടിപ്പിക്കുകയല്ല ചെയ്യുന്നത്, ശക്തി പ്രാപിച്ച് ചെയ്യുകയല്ല, നമ്മുടെ ശക്തിയിലുമല്ല അത് ചെയ്യുന്നത്. കർത്താവിൻ്റെ നാമമാണ് ഭൂതങ്ങൾ വിറയ്ക്കുന്ന നാമം. ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് ഹിസ് നെയിം. നിൻ്റെ നാമത്തിൽ എന്നാണ്. ഞങ്ങൾ നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ നെയിം ഓഫ് ദ ലോർഡ്, നോട്ട് ദാറ്റ് എനിത്തിങ് വി ഡു. ഓക്കെ, അപ്പോൾ ഉപവാസവും പ്രാർത്ഥനയും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വേണം. പക്ഷേ ഭൂതങ്ങളെ പുറത്താക്കാനല്ല അത് വേണ്ടത്. അത് ക്രൂശിന് മുമ്പാണ്. ക്രൂശിന് ശേഷം ഭൂതങ്ങളെ പുറത്താക്കാനല്ല ആരും ഉപവസിക്കുന്ന, സഭയായി ഉപവസിക്കുന്ന കർത്താവിനെ അറിയാൻ വേണ്ടിയാണ്, കൂടുതൽ ആഴമായി അറിയാൻ വേണ്ടിയാണ്, നമ്മൾ കർത്താവിൻ്റെ അടുത്ത് സമയം ചെലവിടാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഉപദേശങ്ങൾ കർത്താവ് അവർക്ക് പറഞ്ഞിട്ട് ഇനി അടുത്ത ഒരു സെഷനിലേക്ക് നമ്മൾ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ഇത് കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ളൊരു ഉപദേശമാണ്. ഇതെല്ലാം ഒരു നക്ഷൽ പോലെ നമ്മൾ കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകണം. വളരെ വേഗം ഈ സെഷൻസ് തീരുന്നതായിരിക്കും. ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന്, സ്വർഗ്ഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആർ എന്ന് ചോദിച്ചു. അവൻ ശിശുവിനെ അടുക്കൽ വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെപ്പോലെ ആയി വരുന്നില്ലെങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുകയില്ല. വലിയവരോ ചെറിയവരോ ആരാന്ന് പോട്ടെ, ഒരു കുഞ്ഞിനെ പോലെ നിങ്ങൾ വന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. ആകയാൽ ഒരു ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗ്ഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു. അപ്പോൾ ശരിക്കും സ്വർഗ്ഗരാജ്യത്തിലെ വലിപ്പം എന്ന് പറയുന്നത് നമ്മുടെ താഴ്മയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. എത്ര മനോഹരമാണ്! തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. യഥാർത്ഥ താഴ്മയാണ് ശരിക്കും സ്വർഗ്ഗരാജ്യത്തിൽ വലിയവരെ ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ്? താഴ്മ എന്ന് പറയുന്നത് അതെന്ത് സാധനമാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമ്മൾ ഒത്തിരി താഴ്മയുള്ളവരെ കണ്ടിട്ടുണ്ടാവും, നിങ്ങളും കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അവർ സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നി എന്തൊരു താഴ്മയാണ്. പക്ഷേ പിന്നീടാണ് മനസ്സിലാകുന്നത് അവർക്ക് ആകെയുള്ള അഹങ്കാരം അവർക്ക് താഴ്മയുണ്ടെന്നുള്ള അഹങ്കാരമാണ്. ഈ താഴ്മ എനിക്കുണ്ടെന്ന് പറയുന്ന ഒരു അഹങ്കാരമാണ്. പലപ്പോഴും ആൾക്കാർ പറയുന്നുണ്ട്, ഞാൻ വളരെ താഴ്മയോടെയാണ് ഇടപെടുന്നത്. അതാണ് ഏറ്റവും വലിയ അഹങ്കാരം. കാരണം ഞാൻ താഴ്മയുള്ളവനാണ്, ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല, അവർക്കൊന്നും എൻ്റെ അത്രയും താഴ്മയില്ല എന്നൊരു അഹങ്കാരം. ഈ താഴ്മ എന്നുള്ള സാധനം എന്താണെന്ന് നമ്മൾ വിചാരിക്കുന്നത്? പലപ്പോഴും താഴ്മ എന്ന് പറയുന്നത് എല്ലാവരോടും സൗമ്യമായി സംസാരിക്കുക, ചെയറുണ്ടെങ്കിൽ എഴുന്നേറ്റ് അവർക്ക് കസേര കൊടുക്കുക, കുനിഞ്ഞു നിന്ന് സംസാരിക്കുക, ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷേ പുറമേ ഉള്ള കുറേ എക്സ്പ്രഷൻസിലൂടെ താഴ്മ അഭിനയിക്കാൻ നമുക്ക് കഴിയും. ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് ഞാനൊരു അപ്പച്ചൻ്റെ കൂടെ കുറച്ച് നാൾ യാത്ര ചെയ്യുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഭയങ്കര താഴ്മയുള്ള ആളായിരുന്നു. താഴ്മയുള്ള ആളെന്ന് പറഞ്ഞാൽ 20-25 വർഷമായിട്ട് എനിക്ക് അദ്ദേഹത്തെ അറിയാം. എപ്പോഴും ഈ താഴ്മ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്,
എപ്പോഴും താഴ്മയുള്ള ആളാണ്. ഞാൻ അദ്ദേഹത്തെ ചെറുപ്പകാലത്ത് ഒരു 20-21 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെ നടന്ന് സുവിശേഷം പറയാനും വീടുകൾ കയറി ഇറങ്ങാനും ഒക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ എന്നെ വിളിച്ചുകൊണ്ട് പോകും. ഇദ്ദേഹത്തിൻ്റെ താഴ്മ എന്നെ അമ്പരപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ആരെ കണ്ടാലും, ഒരു കുഞ്ഞിനെ കണ്ടാലും ഭയങ്കര താഴ്മയോടെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി ഇതുപോലെ താഴ്മയുള്ളവനായിട്ട് മാറണം. കാരണം അന്ന് ഈ ഹീറോസ് നമുക്ക് ഇവർ ഫെയ്ത്ത് ഹീറോസായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പം ഞാൻ ചിന്തിക്കുകയാണ് താഴ്മയുള്ളവനായിട്ട് മാറണം. അപ്പം എങ്ങനെയാണോ അപ്പച്ചൻ ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാനും മാറാൻ ശ്രമിക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെക്കൊണ്ട് നടക്കുന്ന പരിപാടിയില്ല. കാരണം എൻ്റെ സ്വഭാവം തന്നെ ശരിയല്ല. എൻ്റെ ഉള്ളിൽ അഹങ്കാരം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. അതിനിടയിൽ ഇനി താഴ്മയും കൂടെ അഭിനയിച്ചാൽ എത്ര താഴ്മയുള്ള അഹങ്കാരി എന്ന ഒരു പേര് വരും എന്നുള്ളതല്ലാതെ ഒരു പ്രയോജനമില്ലാന്ന് എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലായി. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയിക്കുമ്പോൾ 1-2 ദിവസമൊക്കെ പറ്റുന്നുള്ളൂ. പിന്നെ നമ്മുടെ ഒറിജിനൽ സ്വഭാവം അഹങ്കാരം വെളിയിലേക്ക് വരികയാണ്. അപ്പോൾ ഇത് ഇദ്ദേഹത്തിൻ്റെ ലൈഫ് തന്നെ അങ്ങനെ കർത്താവ് മാറ്റിയതാണ്. എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒന്നുമില്ല. അപ്പം കുറേ നാളുകൾക്ക് ശേഷം ഞാൻ റോമാലേഖനം വായിക്കുമ്പോൾ, വർഷങ്ങൾക്ക് ശേഷം റോമാലേഖനം വായിക്കുമ്പം എനിക്ക് താഴ്മയുടെ ഒരു സ്പിരിച്വൽ സൈഡ് മനസ്സിലായി. ആ താഴ്മയുടെ ഒരു സ്പിരിച്വൽ സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിധേയത്വത്തോടെ പെരുമാറുന്നതും കുനിഞ്ഞ് ബഹുമാനിക്കുന്നതും അത് താഴ്മയുടെ ഒരു എക്സ്പ്രഷനാണ്. എന്നാൽ ആത്മീകമായ താഴ്മ അല്ല ഹ്യൂമിലിറ്റി എന്ന് പറയുന്ന ആ ഒരു സാധനമല്ല. ജസ്റ്റ് നത്തിങ് ടു ഡു വിത്ത് ദാറ്റ്. കർത്താവ് ഒരിക്കലും അങ്ങനെ ഉള്ള ഒരാളായിരുന്നില്ല. കർത്താവ് ഏറ്റവും താഴ്മയുള്ള ആളായിരുന്നു. പക്ഷെ കർത്താവ് ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. എങ്ങനെ ആയിരുന്നില്ല? എല്ലാവരും കുനിഞ്ഞിങ്ങനെ അയ്യോ അങ്ങനെയാണോ ശരി അങ്ങനെ ആ ഒരു ഭാവമേ കർത്താവിനുണ്ടായിരുന്നില്ല. ബട്ട് ഹി വാസ് ദ മോസ്റ്റ് ഹംബിൾ. അപ്പോൾ എന്താണ് ഈ ഹംബിൾനെസ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒരു ദിവസം ശിഷ്യന്മാർ ഒരാൾ കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് നല്ലവനായ ഗുരു എന്ന് പറയുമ്പം കർത്താവ് പറയുന്നുണ്ട്, എന്നെ നീ നല്ലവനെന്ന് വിളിക്കുന്നത് എന്ത്? ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, കർത്താവ് പരിശുദ്ധൻ ആയ ദൈവം ഈ ലോകത്ത് മനുഷ്യനായി ഇറങ്ങി വന്നിട്ട് നല്ലവനെന്ന് എന്നെ വിളിക്കരുതെന്ന് എങ്ങനെ പറയാൻ പറ്റും? കർത്താവ് നല്ലവനല്ലേ? അത് ഞാൻ പിന്നെ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, യേശുക്രിസ്തു പാപങ്ങളോട് നമുക്ക് വേണ്ടി പോരാടി ജയിക്കുന്ന ഒരു വലിയ യുദ്ധക്കളത്തിലാണ്. അപ്പോൾ മനുഷ്യരുടെ നന്മതിന്മകൾ വെച്ച് നല്ലവൻ ചീത്ത എന്നുള്ള അഡ്രസ്സ് സ്വീകരിക്കാൻ കർത്താവ് ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവൻ ദൈവത്തിൻ്റെ നീതി അനുസരണത്താൽ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ സിൻഫുൾ ഹ്യൂമൻ ബീയിങ്, ഒരു പാപിയായ മനുഷ്യൻ്റെ പ്രതിനിധിയായിട്ട് കർത്താവ് എന്ത് ചെയ്യാണ്? ഈ ഒരു നീതിയുടെ അനുസരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂർത്തിയായിട്ടില്ല, തിരസ്കരിക്കപ്പെട്ടിട്ടില്ല. കർത്താവിൻ്റെ നീതി അനുസരണത്തിൽ തികഞ്ഞിട്ടില്ല. അതായത് തികയാനുള്ള യാത്രയിലാണ്. പാപമൊന്നുമില്ല. അനുസരണം പൂർത്തിയാക്കി കാൽവരി ക്രൂശിൽ മരിക്കാൻ വേണ്ടിയുള്ള യാത്രയിലാണ്. അപ്പം ആ യാത്രയിടയിൽ കർത്താവ് എങ്ങനെയാണ് കാണുന്നത്? ഞാൻ നല്ലവനാണെന്ന് വേറൊരാൾ പറഞ്ഞിട്ട് അംഗീകരിക്കുന്നില്ല. കാരണം ഹി സ്റ്റിൽ ബിക്കമിങ് റൈച്ചസ്. ഹീ ഈസ് റൈച്ചസ്, പെർഫെക്റ്റ്. പക്ഷെ നമുക്ക് വേണ്ടി അവൻ അനുസരണം തികച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ലവൻ എന്ന് പറഞ്ഞിട്ട് പോലും സമ്മതിക്കുന്നില്ല. ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരും ഇല്ല എന്ന് മറുപടി പറയുകയാണ്. അപ്പോൾ അത് ശരിക്കും അതാണ് ഹംബിൾനെസ് എന്ന് പറയുന്നത്. ഹംബിൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറൊരാളെക്കാളും ശ്രേഷ്ഠനല്ല എന്നുള്ള, അല്ലെങ്കിൽ ഞാൻ എന്നെക്കുറിച്ചുള്ള എൻ്റെ ഒപ്പീനിയൻ അത് അബാൻഡൻ ചെയ്യുന്നതാണ് ശരിക്കും ഹംബിൾനെസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്താണെന്ന് എനിക്കുള്ളൊരു ഒപ്പീനിയൻ ഉണ്ടല്ലോ, ആ ഒപ്പീനിയനെ അബാൻഡൻ ചെയ്യുക, വിട്ടുകളയാണ്. ഐ ആം വൺ എമംഗ് യു, മേ ബി വർസ് ദാൻ യു. നമ്മളൊക്കെ പറയുമ്പം, കർത്താവ് പറയുമ്പോഴേ നമ്മളൊക്കെ പറയുമ്പം, ഞാൻ പറയുമ്പോൾ വർസ് ദാൻ യു, അത് ഉള്ളിൽ നിന്ന് ദൈവാത്മാവ് തരുന്നൊരു ബോധമാണ്. ഈ ദൈവാത്മാവ് തരുന്ന ആ ബോധം ശരിക്കും നമ്മളെ ഹംബിളാക്കുന്ന വേറൊരാളെ നമുക്ക് ഈ ഹംബിൾനെസ്, ഇഫ് യു ആർ ട്രൂലി ഹംബിൾ യു കനോട്ട് ബ്ലെയിം എനി വൺ. കാരണം എന്താ? നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അയാളെക്കാളും താഴ്ന്നവനായിട്ടാണ് കാണുന്നത്. പിന്നെ എങ്ങനെയാണ് അയാളെ കുറ്റം പറയുന്നത്? അപ്പോൾ താഴ്മ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇന്നർ നേച്ചർ ആയിട്ട് മാറുന്നത് ദൈവം നമുക്ക് നമ്മൾ ആരാണ് എന്ന് കാണിച്ചു തരുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ്. അപ്പോൾ ദൈവം ആരാണ് നമ്മളെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന അതിൽ നിന്നുണ്ടാകുന്നൊരു താഴ്മയുണ്ട്. ആ താഴ്മ നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാം ബഹുമാനിക്കപ്പെടേണ്ടവരാണ് എന്നുള്ളൊരു സത്യത്തിലേക്ക് നമ്മളെത്തും. അത് ഓരോ വിശ്വാസി എത്തിച്ചേരേണ്ട വിശ്വാസ സത്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ശിശുക്കളെ പോലെ നിങ്ങൾ താണു വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ. അപ്പോൾ ദൈവരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമല്ല എന്ന് ആർക്ക് മനസ്സിലായിട്ടുണ്ടോ? വേറൊരാളെ എന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണാൻ ആർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതാണ് ശരിക്കുമുള്ള താഴ്മ എന്ന് പറയുന്നത്. ഈ ഒരു താഴ്മ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അഭിനയമോ പെർഫോമൻസോ അല്ല, അത് ആത്മാവിൽ ക്രിസ്തുവിൽ വെളിപ്പെട്ട് വരുന്ന കാര്യമാണ്. ആ ഒരു വെളിപ്പാടാണ് നമ്മളെ താഴ്മയുള്ളവരാക്കി നിർത്തുന്നത്. പ്രിയ സഹോദരങ്ങളെ, ദൈവരാജ്യത്തിലെ അപ്പോൾ ഏറ്റവും വലിയ ഒരു
വലിയവൻ, ആ വലിയവൻ എന്നുള്ളത് ചോദ്യം, ആ ചോദ്യം അതാണ്. ഇവർക്കെല്ലാം വലിയവനാകണമെന്ന് ആഗ്രഹം. വലിയവൻ ആരാണോ താഴ്മയുള്ളവൻ. സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയ ധനവാൻ ആരാണ്? ഇവിടെ ഏറ്റവും ദരിദ്രൻ. സ്വർഗരാജ്യത്തിൽ എല്ലാം ഓപ്പോസിറ്റാണ്. കൗണ്ടർ തിസിസ് പോലെയാണത്, ആൻറ്റിതെറ്റിക്കലാണ്. അവിടെ നമ്മൾ എന്താണ് ഇതിനെ വലുതെന്ന് ഇവിടെ കാണുന്നത്, അത് അവിടെ ഏറ്റവും ചെറുതാണ്. ഇവിടെ ഏതാണ് ഏറ്റവും ഹമ്പിളായിരിക്കുന്നത്, ആ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലുതാണ്. ഇറ്റ്സ് എ കൗണ്ടർ കൾച്ചർ, ഇറ്റ്സ് എ കൗണ്ടർ ഫിലോസഫി, ഇറ്റ്സ് എ കൗണ്ടർ റൈച്ചസ്നസ്. മനുഷ്യൻ എന്താണോ നീതി എന്ന് കാണുന്നത് അതിന് നേരെ എതിരെ ആൻറ്റിതെറ്റിക്കലായിട്ടുള്ള ഒരു വ്യൂ ആണ്, ഒരു കാഴ്ചയാണ് സ്വർഗത്തിൽ നിന്ന് ദൈവം നീതിയെക്കുറിച്ച് നോക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ശൈശവാവസ്ഥയ്ക്ക് ചില അബല സ്വഭാവങ്ങളുണ്ട്, ദൗർബല്യങ്ങളുണ്ട്. പക്ഷേ കർത്താവ് ഇവിടെ പറയുന്ന ആ ശൈശവാവസ്ഥയിലെ താഴ്മയാണ്. ഹി ഹാസ് ടു ഒബേ ഓൾ ദ അതോറിറ്റീസ്. അപ്പം പറയുന്നത് കേൾക്കണം, ചേട്ടൻ പറയുന്നത് കേൾക്കണം, അപ്പൂപ്പൻ പറയുന്നത്, വലിയപ്പൻ പറയുന്നത് കേൾക്കണം. ഹി ഹാസ് ടു ടേക്ക് ഇറ്റ്. അതാണ് ഒരു ചൈൽഡ് എന്ന് പറയുന്നത്. അവന് അതോറിറ്റി ഒന്നുമില്ല. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ഒരു നിഷ്കളങ്ക മനസ്സിലേക്ക്, അതായത് മറ്റൊരാളെ നമ്മളെക്കാൾ വലുതെന്ന് കരുതുന്ന, നമ്മൾക്ക് ആന്തരികമായി തകർക്കപ്പെട്ടവരായ രീതിയിൽ കർത്താവിന് മുമ്പിൽ നിൽക്കുന്ന ആ ഒരു കാഴ്ച ദൈവം നമുക്ക് നൽകുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് സ്തോത്രം ചെയ്യാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, പുത്രൻ്റെ സ്വഭാവത്തിലൂടെ അവൻ്റെ ആ മനോഹരത്വം കാണുവാൻ, ആ രൂപാന്തരത്തിലൂടെ കർത്താവോട് നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആ പുത്രത്വം ഞങ്ങൾക്കും നാളെ അവകാശമായി ലഭിക്കാൻ പോകുന്ന പുത്രത്വത്തിലേക്ക്, ആ ദൈവരാജ്യത്തിലെ മനോഹരമായ കാഴ്ചകളിലേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ താഴ്മയുള്ളവരായി, ഒന്നുമില്ലാത്തവരായി അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്നു. ദൈവമേ, അങ്ങയുടെ നീതിയാൽ ഞങ്ങളെ നീതീകരിക്കുകയും അങ്ങയുടെ തേജസ് ഞങ്ങൾ അണിയിക്കുകയും ചെയ്യുന്നുള്ള പ്രത്യാശയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞങ്ങളിലൊന്നും പുകഴുവാൻ എണ്ണുവാനില്ലാത്തവരായി അങ്ങയുടെ മുമ്പിൽ നിൽക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.